ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിളക്ക് തേക്കുക കേട്ടോ. ഞാൻ സാധാരണ രാവിലെയാണ് വിളക്ക് തേക്കാറ്. അപ്പോൾ രാവിലെ തേക്കുമ്പോൾ നമ്മൾ താമസിച്ചാണ് വിളക്ക് കത്തിക്കാറും. എന്നും വിളക്ക് അതിരാവിലെ തന്നെ കത്തിക്കും, പക്ഷേ തേക്കണ ദിവസം ഒരല്പം വൈകും. അപ്പോൾ അങ്ങനെ ഞാൻ വിളക്ക് തേക്കാൻ വേണ്ടിയിട്ട് പുളിയും ഇത്തിരി പ്രില്ലും ഒരല്പം ഉപ്പ് പൊടിയും കൂടി ചേർത്താണ് ഞാൻ വിളക്ക് ക്ലീൻ ചെയ്യണത്. പക്ഷെ നന്നായിട്ട് തിളങ്ങി കിട്ടും ഞാൻ അങ്ങനെ ഉപയോഗിച്ച പുളിയിട്ട്. പണ്ട് അമ്മമ്മമാരൊക്കെ അങ്ങനെയല്ലേ പുളിയിട്ട്, ഇപ്പോഴും അങ്ങനെയാണ്, പുളിയിട്ട് തയ്ക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ചാരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പുളി മാത്രമാണ് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും ഇത്തിരി പ്രില്ലും കൂടി ഒഴിക്കും. നന്നായിട്ട് വൃത്തിയായി കിട്ടും. എന്തെങ്കിലും ബ്ലാക്ക് ഷെയ്ഡ് പോലെ നമ്മുടെ ഇപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കുമ്പോൾ ചെറിയൊരു ക്ലാവ് പോലെയൊക്കെ തോന്നിയാലും ഇത് നമ്മൾ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ വിളക്ക് തേച്ച് കത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ നമുക്കുണ്ടാവുമല്ലോ. നമുക്കൊരു പോസിറ്റീവ് എനർജിയും കൂടി നമ്മളെ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അടുക്കളയിലേക്ക് കയറിയത്. അപ്പോൾ മഴക്കാലമാണല്ലോ, അന്തരീക്ഷം നല്ല മൂടിയൊക്കെയാണ് നിൽക്കണം. നല്ല മഴയാണ് ഇടയ്ക്ക്. ഇന്ന് ഒന്ന് വെളിയിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. എത്രമാത്രം നടക്കും എന്നറിഞ്ഞൂടാ. എന്നാലും എൻ്റെ ജോലിയൊക്കെ ഒതുക്കിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ ദോശയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ദോശയ്ക്ക് ഞാൻ ഇന്നലെ തലേ ദിവസം അരച്ച് വെച്ച മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ഇഡലി ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഉഴുന്ന് മാവ് പിന്നെ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഇഡലി, ഒരു ദിവസം ദോശ, ഒരു ദിവസം മസാല ദോശ, അങ്ങനെ 3 ദിവസം നമ്മൾ ഉഴുന്ന് മാവ് വെച്ചുള്ള പലഹാരങ്ങളാണ് ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് 3 ദിവസത്തേക്ക് നമ്മൾ മാവ് അരച്ച് വയ്ക്കും. അതൊരു കണക്കനുസരിച്ച് ഇടും. ആ 3 ദിവസത്തേക്കുള്ളത് കൊണ്ട് നമ്മുടെ മാവും കംപ്ലീറ്റ് ആയിട്ട് തീരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെള്ളച്ചമ്മന്തി ഉണ്ടാക്കുകയാണ് ഞാനപ്പോൾ ഒരു തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചമ്മന്തി അരച്ച് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മൂത്തയാൾ കുളിച്ച് വന്നപ്പോൾ വിശക്കണം എന്ന് പറഞ്ഞു. വേഗം തന്നെ ഞാൻ 2 ദോശയും കൂടി ഉണ്ടാക്കി ഈ ചമ്മന്തിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ മാത്രം മതിയല്ലോ ദോശ എന്ന് വിചാരിച്ച് ഞാനത് പിന്നീട് ഉണ്ടാക്കാം. ഒരു അരമണിക്കൂറിന് ശേഷമൊക്കെ പിന്നെ ഞങ്ങൾ കഴിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി ദോശ കഴിക്കണതും തണുത്ത ദോശ കഴിക്കണതും തമ്മിൽ നന്നായിട്ട് വ്യത്യാസമുണ്ടല്ലോ. ചൂടോടുകൂടി ദോശ കഴിക്കണതാണ് നമുക്ക് ആ ടേസ്റ്റോടുകൂടി നന്നായിട്ട് കഴിക്കാൻ പറ്റും. ചമ്മന്തി ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ തണുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ രണ്ടാമത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദോശ ചുട്ടത്. അതിൻ്റെ കൂടെ ഇഡലിയും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ പിന്നെ ദോശ വേണ്ട എങ്കിൽ 2 തട്ട് ഇഡലിയും കൂടി ഉണ്ടാക്കി 2ഉം കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. ദോശ വേണ്ട, ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ പറയും ദോശ വേണ്ട, ഇഡലി മതി, ഇഡലി ഉണ്ടാക്കിയ ദോശ മതി എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ 2ഉം കൂടി ഇടയ്ക്കൊന്ന് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പം ഞാനിത് 2 തട്ട് ഇഡലിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്യാനും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ മഴ ആയതുകൊണ്ട് നമുക്ക് ഒന്ന് തോർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇത്തിരി വെയിലൊക്കെ ഉറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇട്ടാൽ കാറ്റെങ്കിലും കൊള്ളുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ തുണി അലക്കാനിട്ടതിന് ശേഷം ആണ് കാപ്പി കുടിക്കാനിരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അരിയും കൂടി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അലക്കും വിരിയും അതുപോലെ നമ്മുടെ അടി ഒക്കെ കഴിയുമ്പോൾ തൂത്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് തുണി വിരിക്കാനുള്ള സമയമാവുമല്ലോ. അപ്പോൾ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ ഇട്ടതിന് ശേഷം കാപ്പി കുടിച്ചു. പിന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ജോലിയിലേക്ക് അടുക്കളയിലേക്ക് കയറി. നമുക്ക് ഉച്ച വരെ നമുക്ക് നല്ല തിരക്കായിരിക്കുമല്ലോ അടുക്കളയിൽ. അപ്പോൾ ഞാൻ പച്ചക്കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പച്ചക്കറി എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞപ്പോൾ പച്ചക്കറി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ എനിക്ക് മത്തിക്കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മീനൊന്നും വാങ്ങിയിട്ടില്ലേ. അതുകൊണ്ട് ഞാൻ ഇത് മത്തങ്ങ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച്.
അപ്പോൾ മത്തങ്ങ പിന്നെ ഞാനോർത്ത് മുരിങ്ങക്കോലുണ്ട്, അപ്പോൾ രണ്ടും കൂടി ഒന്ന് തോരൻ വെച്ചാൽ എങ്ങനെ ഇരിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല മത്തങ്ങയും മുരിങ്ങക്കോലും കൂടിയേ. അപ്പോൾ ഞാനെന്നാൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യാം, നമുക്ക് ടേസ്റ്റ് അറിയാമല്ലോ എങ്ങനെയാണ്. സാധാരണ മത്തങ്ങ എരിശ്ശേരിയൊക്കെ വെക്കും, അതുപോലെ നമ്മൾ പരിപ്പിട്ട് നമ്മൾ മുളകിടിച്ചത് ഇട്ടൊക്കെ വയ്ക്കാറുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ അവിയലിനകത്തൊക്കെ സാധാരണ ചില ആൾക്കാരൊക്കെ ഇടാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ മത്തങ്ങ ഇടാറില്ല, സാമ്പാറിനകത്തിടും മത്തങ്ങ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു, എങ്ങനെയാണെന്ന് രുചി അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മത്തങ്ങ അരിഞ്ഞ് വെച്ച്, അത് നീളത്തിൽ തന്നെ അരിഞ്ഞത്. നമ്മുടെ മുരിങ്ങക്കോല് നമ്മൾ നീളത്തിലാണല്ലോ, അപ്പോൾ അതേ ഒരേ രീതിയിൽ നമുക്ക് അരിഞ്ഞ് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ മത്തങ്ങയുടെ കൂടെ മുരിങ്ങക്കോലും കൂടി ചേർത്ത് കറി വയ്ക്കാനായിട്ട് പിന്നെ അരിഞ്ഞൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും കൂടി ചിരണ്ടി വെച്ചു. അപ്പോൾ നമ്മുടെ മത്തങ്ങ വേകുമ്പോൾ നമുക്ക് ഈ തേങ്ങ ചിരണ്ടി ഒതുക്കിയൊക്കെ വരുമ്പോൾ നമ്മുടെ മത്തങ്ങയും കൂടി വെന്ത് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും കൂടി ചിരണ്ടിയൊക്കെ വെച്ചു. അപ്പോൾ മത്തങ്ങ തോരൻ വയ്ക്കാൻ സാധാരണ നമ്മൾ വെള്ളത്തിൽ വേവിക്കേണ്ടത്, ഇതിനധികം വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് ഇത് നമ്മൾ ഇട്ടിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ എന്താണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇത്തിരി ഉപ്പ്, ഇതും കൂടിയിട്ട് നന്നായിട്ട് വേപ്പിലയും കൂടി ചേർത്ത് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെക്കുകയാണ്. വേറെ ഒന്നും വേണ്ട, വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇതിങ്ങനെ മൂടി വെച്ച് നമ്മൾ വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് നമുക്ക് വെച്ച് കഴിയുമ്പോൾ നമ്മൾ അത്രയും വേവേ ഉള്ളൂ ഇതിന്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടണ ഒരു പച്ചക്കറിയാണല്ലോ, അധികം വേവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ തേങ്ങയൊക്കെ നമ്മളൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കിത് കൂടി മിക്സിങ് മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ വെന്ത് കഴിഞ്ഞ് ഇതൊന്നങ്ങോട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ വെച്ച ഇത് അരപ്പ് നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം അരപ്പിൽ ഞാൻ തേങ്ങയുടെ കൂടെ ഒരു 2-3 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടത്തിൽ ഒരല്പം ജീരകം, ഒരു നുള്ള ജീരകവും വേപ്പിലയും കൂടി ഇട്ട് ആണ് ഈ നമ്മുടെ അരപ്പുണ്ടാക്കിക്കണം. മുളക് പൊടി ഇടും കേട്ടോ, ഒരു അര സ്പൂൺ മുളക് പൊടി ഇടും. എന്നാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വെള്ള കളറിലിരിക്കുകയല്ല നമ്മുടെ ഈ തോരൻ. അപ്പോൾ ഇത്തിരി കളർ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അതിൻ്റെ കൂടെ മുളക് പൊടി ഇട്ട് ഒന്ന് ഒതുക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് കറിക്ക് ഒരു കളറും കൂടി കിട്ടും, വെള്ള കളറായിട്ട് നമുക്ക് തോന്നുകയില്ല. അപ്പോൾ അങ്ങനെ അത് ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് പൊത്തി വെച്ച് ഒരു 5 മിനിറ്റും കൂടി അതൊന്ന് അതിൻ്റെ നമ്മുടെ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറണല്ലോ. അപ്പോൾ അത് 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അരപ്പിൻ്റെയും പച്ചമണം മാറും. എന്നിട്ടിത് നമ്മൾ നന്നായിട്ടൊന്ന് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇത് അങ്ങോട്ട് ഇളക്കി നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റും കൂടി നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയുണ്ട്. ഇനിയിപ്പോൾ ചോറിനാ നേരത്ത് നമുക്കൊരു മുട്ടയും പൊരിക്കണം, അതുപോലെ പപ്പടവും കാച്ചണം. അപ്പോൾ അത് മതി. ഇപ്പോൾ ഈ കറി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു ഇതൊന്നും കഴിക്കുകയല്ല, പിന്നെ എന്താ ഉണ്ടാക്കണേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ എല്ലാ കറിയും ഉണ്ടാക്കുമ്പോഴും പറയും, എന്നാന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിൽ മീൻ കറി ഉണ്ടല്ലോ, അപ്പോൾ മുട്ടയും പപ്പടവും കൂടി ആകുമ്പോൾ അവർക്കുള്ളതും ആയി, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കും, കൂട്ടിയില്ലെങ്കിലും ഉണ്ടാക്കും. എന്തെങ്കിലും ഉണ്ടാക്കണം, കഴിക്കണം എന്തെങ്കിലും നമ്മളൊന്ന് ഉണ്ടാക്കി കൊടുത്താലും മതിയല്ലോ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുരിങ്ങക്കോലൊക്കെ നല്ല ഇളത്ത മുരിങ്ങക്കോലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്, മൂത്തമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാൻ ഇതിനിടയ്ക്ക് തുണിയൊക്കെ ഞാൻ വിരിച്ചു. ഒരു അരമണിക്കൂർ വരെയൊക്കെ ഒരു കാറ്റൊക്കെ കൊണ്ട്, വെയിലൊന്നും ഉറച്ചില്ല എങ്കിലും കാറ്റൊക്കെ കൊണ്ട് ഒരുമാതിരി ഒന്ന് തോർന്നൊക്കെ കിട്ടി. അപ്പോഴേ മഴ ചാറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ തുണി വേഗം ചെന്ന് ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കണമെന്ന് വിചാരിച്ചല്ല കേട്ടോ ഇത് അപ്പോൾ മോള് വന്ന് വേഗം തന്നെ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ തുണി അകത്തിടാനുള്ളൊരു സൗകര്യക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സ്റ്റെയറിൻ്റെ കൈവരിയിലാണ് ഇടുന്നത്. ഇനിയിപ്പോൾ വൈകിട്ടത് നമ്മൾ ജനലിലിങ്ങനെ, നമ്മുടെ ജനൽ വലുതാണ്, അപ്പോൾ അതുകൊണ്ട് അതിൽ ഒന്ന് തൂക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ ഒരുമാതിരി ഉണങ്ങി കിട്ടും. അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചത് നടക്കണ കേസ് കേട്ടല്ല. അപ്പോൾ അതേ ഇപ്പോൾ ഒരു 5:45 ആയി കേട്ടോ. പക്ഷേ 5:45 നമുക്കിവിടെ ഭയങ്കര മഴയാട്ടാ. അപ്പം
ഇനി പുറത്തൊക്കെ പോവാമെന്ന് വിചാരിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. അപ്പോൾ വിചാരിച്ചു നമ്മുടെ കാലാവസ്ഥയൊക്കെ എങ്ങനെ എല്ലായിടത്തും ഇതുപോലെയൊക്കെ ആണെന്ന് അറിഞ്ഞില്ലല്ലോ. ഞങ്ങളൊരു കാപ്പിയൊക്കെ കൂടി കഴിഞ്ഞ് മഴയായതുകൊണ്ട് താമസിച്ചൊക്കെയാണ് ഉണ്ടാക്കിയത്. കറണ്ടൊക്കെ ഇടയ്ക്ക് പോയതുകൊണ്ട് നമുക്കതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കറണ്ടൊക്കെ വന്നപ്പോൾ ചായയൊക്കെ കൂടി കഴിഞ്ഞ് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. മഴയായതുകൊണ്ട് നമ്മുടെ തുണി അലക്കിയാലൊന്നും ഉണങ്ങിയല്ലേ, ഇനിയിപ്പോൾ അതെല്ലാം വിരിച്ചിടണം. അപ്പോൾ അത് കാരണം ഇങ്ങനെ സ്റ്റെയറിൽ ഇട്ടിരിക്കുകയാണ്. ഇനി അതൊക്കെ ഒന്ന് വിരിച്ചിടണം എനിക്ക്. ഇത് നമ്മുടെ കാലാവസ്ഥ കാണിക്കാൻ കേട്ടോ, പുറത്തേക്കുള്ളൊരു ഇപ്പോൾ കണ്ടോ. ഇപ്പോൾ നമ്മുടെ ഒരു 5:45 വ്യൂ ആട്ടോ ഇതിപ്പോൾ പുറത്തുള്ള നമ്മുടെ കാഴ്ചയാണ്. ഇരുട്ട് മൂടിക്കിടക്കുക കേട്ടോ. ഇപ്പോൾ ഭയങ്കര മഴയാണ്. ഞാനിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതുണ്ടോ, ഇരുണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ മുഴുവൻ മഴയാണ്, നല്ല മഴയാണ്. അങ്ങോട്ടൊന്നും നോക്കാനേ പാടില്ല. ഒക്കെ 5:45 ആയുള്ളെങ്കിലും ഭയങ്കര ഇരുട്ട് മൂടിക്കിടക്കും. നല്ല ഇരുട്ട് കുത്തിയ മഴ. ചുറ്റിനും നമുക്കിപ്പോൾ ഒരു രാത്രിയുടെ ഒരു ഫീലിങ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചപ്പം നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റാ.